അപ്പോൾ ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് കൂടല്ലൂർ എൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇവിടെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആദ്യ പങ്ക് പറ്റുന്നത് കാക്കയും പൂച്ചയും മയിലും അണ്ണാനും അങ്ങനെയുള്ള ജീവജാലങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് മയിൽ ഡെയിലി വിസിറ്റിന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. എന്നെ കണ്ടതുകൊണ്ടാണോ എന്തോ ധനോമായിയുടെ വീട്ടിൻ്റെ മുകളിലായിട്ട് നിന്നിട്ട് ആള് പറന്നുപോയി കേട്ടോ. മാർച്ച് അവസാനമായപ്പോഴാണ് ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോയത്. അപ്പോൾ കണിക്കൊന്നയും മാങ്ങയും ഒക്കെ ടെറസിൽ നന്നായിട്ട് നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ആ കാഴ്ച കാണാൻ തന്നെ നല്ല ഭംഗിയാട്ടോ. പൊട്ടിച്ചാലോ? പഴുത്തിട്ടില്ല, അത് പഴുത്തിട്ടില്ല, കളറ് വന്നിട്ടേ ഉള്ളൂ. അപ്പം എന്തായാലും ഇന്നത്തെ കാര്യപരിപാടി എനിക്ക് ബാംഗ്ലൂർക്ക് പോകുമ്പോൾ തന്നയക്കാനുള്ള വിഭവങ്ങൾ തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അമ്മ ചമ്മന്തി പൊടി എന്നൊക്കെ വിളിക്കുന്ന ഞങ്ങൾ ഇഡ്ലി പൊടി എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെ ഒരു പൊടി ഉണ്ടാക്കണം, അതേമാതിരി ഇഞ്ചിപ്പുളി ഉണ്ടാക്കണം, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഇപ്പോൾ അമ്മ ദേ മാങ്ങ ഉണക്കാണ് കേട്ടോ. അച്ചാർ ഉണ്ടാക്കാനാണ്. ഉണക്കമാങ്ങ അച്ചാർ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് നല്ല എന്താ പറയുക, നല്ല മാങ്ങകൾ ഇങ്ങനെ മുറിച്ച് കനം കുറച്ച് മുറിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇടണം. അതായത് നമ്മൾ ക്യൂബ്സ് ആയിട്ട് അരിയാൻ പാടില്ല എന്നർത്ഥം. പിന്നെ എങ്ങനെ വേണമെങ്കിലും അരിയാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇത് എത്ര ദിവസം എടുക്കാം ഉണങ്ങാൻ? നല്ല വെയിലുണ്ടെങ്കിൽ ഒരു ദിവസം ഒന്ന് വാടി കിട്ടിക്കഴിഞ്ഞു വെച്ചാൽ നമുക്ക് അച്ചാർ അപ്പം തന്നെ ഉണ്ടാവും. അഥവാ നമുക്കിത് കുറേ ഉണ്ട് മാങ്ങ, അപ്പോൾ ഇത് ഉണക്കി വെച്ച് കഴിഞ്ഞു വെച്ചാൽ നമുക്ക് ആവശ്യാനുസരണം പിന്നീട് നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ എടുക്കുകയും ചെയ്യാം. ഇപ്പം തന്നെ അച്ചാർ ഉണ്ടാക്കി വെക്കണം എന്നില്ല എന്നർത്ഥം. അപ്പോൾ എന്തായാലും അടുത്ത പരിപാടിയായ ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന് കുറച്ച് എന്താ പറയുക ഇലകൾ ആവശ്യമുണ്ട്. അപ്പോൾ അത് വരയ്ക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ അമ്മ കറിവേപ്പിലയും നാരകത്തിൻ്റെ ഇലയും ഒക്കെ പൊട്ടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ പോയിട്ട് ഇത് നാരകത്തിൻ്റെ ഇലയും അതേപോലെ തന്നെ കറിവേപ്പിലയും കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഉഴുന്നാണ്, ഇത് തൂരപ്പരിപ്പ്, ഇത് കടലപ്പരിപ്പ്, നമ്മുടെ ഉണക്കമുളക്, ജീരകം, ഉപ്പ്, കുരുമുളക്, കായം, അരി. ഇത് ഏത് അരി വേണമെങ്കിലും എടുക്കാം. ഇപ്പം എടുത്തിരിക്കുന്നത് മട്ടേരി. ഓക്കെ, അപ്പം അതാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇത്രയും സാധനങ്ങളാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഇത് സരച്ചേച്ചി വിറകെടുത്ത് വരുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുപ്പിലാണ് ഇതൊക്കെ വറക്കാൻ പോകുന്നത്. അപ്പോൾ അടുപ്പിലിടുമ്പോൾ എല്ലാം ചടപടേന്ന് തീരുമല്ലോ. അപ്പോൾ അരി നന്നായി വറുത്തെടുക്കണം. ഇതിന് ഇത്തിരി സമയം എടുക്കും എന്തായാലും. അപ്പോൾ ഗ്യാസിലൊക്കെ ആണെങ്കിൽ കുറച്ച് അധികം സമയം എടുക്കും. അപ്പോൾ അരി നന്നായി പൊട്ടണം, നന്നായി വറുത്തെടുക്കണം, നല്ല പൊരിഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ ഇതേമാതിരി ആവണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വറുത്തെടുക്കാം. അപ്പോൾ ഈ ഉഴുന്ന്, കടലപ്പരിപ്പ്, തൂരപ്പരിപ്പ്, ഉണക്കമുളക്, കായം അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഒരുമിച്ചിട്ട് വറക്കുകയാണ് ചെയ്യണത്. ഇനി നന്നായി മൂത്ത് വരുമ്പോഴാണ് നമ്മൾ ജീരകവും കുരുമുളകും കറിവേപ്പിലയും നാരകത്തിൻ്റെ ഇലയും ഉപ്പൊക്കെ ചേർത്ത് നമ്മൾ ഇതിൻ്റെ കൂടെ ഇട്ട് വറക്കുന്നത്. അപ്പോൾ ഇത് പെട്ടെന്നാവും കേട്ടോ, ഈ ഇലകളൊക്കെ പെട്ടെന്നാവും. അതുകൊണ്ടാണ് നമ്മൾ അവസാനമാണ് ഇത് ഇടുന്നത്. അതായത് ഉഴുന്നൊക്കെ ഇട്ടതിന് ശേഷം നന്നായി മൂത്ത് വരുമ്പോഴാണ് ഈ കുരുമുളകും കറിവേപ്പിലയൊക്കെ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇത് വറുത്ത് കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ നന്നായി ചൂടാറണം. ചൂടാറി കഴിഞ്ഞ് വെച്ചാൽ അതെ ഇതേപോലെ പൊടിച്ചെടുക്കാം. നല്ല തരിതരിപ്പോടെ പൊടിച്ചെടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് നന്നായി പൊടിച്ചെടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും ഇത് നല്ല എണ്ണ ഒഴിച്ച് ദോശയുടെയും ഇഡ്ഡലിയും കൂടെ കഴിക്കാം, ഇല്ലെങ്കിൽ നെയ്യ് ഒഴിക്കാം. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു വെച്ചാൽ
ഇഞ്ചിപ്പുളി ഉണ്ടാക്കുകയാണ്. അപ്പോൾ പുളിയിഞ്ചി എന്നൊക്കെ ചില നാട്ടിൽ പറയും. അപ്പോൾ പുളിയിഞ്ചിയും ഇഞ്ചിപ്പുളിയും തമ്മിലുള്ള വലിയ വ്യത്യാസം ഉണ്ടെന്ന് ഞാൻ ഈ ഇടയാണ് അറിഞ്ഞത്. എന്തൊക്കെയാ പറയും? ഇത് എള്ള്, ഇത് പുളിയിഞ്ചിന്ന് അവിടെ തുമ്പൂര് അമ്മ പറയുന്ന സംഭവം ഉണ്ടാക്കുമ്പോൾ എങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പുളി ആദ്യം ഒഴിച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് തിളപ്പിച്ചിട്ട് അതിലേക്ക് ഇഞ്ചി ഇതാണ് ചെയ്യുക. പക്ഷേ ഇവിടെ അങ്ങനെയല്ല ചെയ്യണത്. അപ്പം ഇഞ്ചിപ്പുളി ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ആദ്യം തന്നെ ഇടണം. അതായത് നമ്മുടെ എന്താ പറയുക, പൊട്ടിക്കാനുള്ള സാധനങ്ങൾ, വറവ് സാധനങ്ങളൊക്കെ ആദ്യം ഇട്ടിട്ട് അത് കഴിഞ്ഞിട്ട് ഇഞ്ചിയും പച്ചമുളകും കൂടി ഇട്ടിട്ട് നന്നായി വഴറ്റണം. ഈ വഴറ്റണ സമയത്ത് നല്ല എരിവുണ്ടാവും കേട്ടോ, കണ്ണൊക്കെ എരിയും. അമ്മാതിരിയാണ്. കാരണം നമ്മൾ പച്ചമുളക് ഇഷ്ടംമാതിരി ഇടും. നമ്മൾ എത്രത്തോളം ഇഞ്ചി എടുക്കുന്നോ അത്രത്തോളം പച്ചമുളകും എടുക്കും. ഇത് നന്നായി വഴന്ന് വരുന്ന സമയത്താണ് നമ്മൾ പുളി ഒഴിക്കുന്നത്. പുളി ഒഴിച്ച് കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് തിളയ്ക്കാൻ അനുവദിക്കണം. തിളച്ച് കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതേപോലെ തന്നെ ആവശ്യത്തിന് ശർക്കരയും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞ് വെച്ചാൽ നമ്മുടെ ഇഞ്ചിപ്പുളി റെഡിയാവും. മഞ്ഞളൊക്കെ ഇവിടെ തന്നെ കൃഷി ചെയ്തുണ്ടാക്കി ഉണക്കി പൊടിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ദേ ഈ ചേച്ചിമാരൊക്കെ എന്താ പറയുക, ഉണക്കി കഴിഞ്ഞിട്ടുള്ള സാധനങ്ങൾ വാരി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നെല്ല് കൊയ്ത് വന്നിരിക്കുന്ന സമയമാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് ചാക്കിലാക്കി എടുത്ത് വെക്കുന്ന സമയം കൂടിയാണ് കേട്ടോ അത്. അപ്പോഴേ നമ്മൾ പശുവിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. സ്ഥിരം കറവക്കാരനായ പൈക്ക നാട്ടിലേക്ക് പോയിരിക്കുകയാണ്, അതായത് ജാർഖണ്ഡിലേക്ക് പോയിക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ പശുവിനെ കറക്കാനും കാര്യങ്ങൾക്കും ഒക്കെ നമ്മളുടെ രമേശ് ഏട്ടനാണ് വന്നിരിക്കുന്നത്. ഈ കറക്കാൻ പോകുന്ന പശു കുറച്ച് ഭീകരത്തിയാണ്, ടെററാണ്. കാരണം അമ്മയൊക്കെ ഇടിച്ചിട്ട് താഴെയിട്ട് അമ്മയ്ക്ക് നല്ല 8ന്റെ പണി കൊടുത്ത പശുവാണ് കേട്ടോ. അപ്പം അത് കാരണം അമ്മ കൂടെ നിന്ന് ഗൈഡൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇവിടെ ചേർത്തിക്കെട്ട് കാല് മാറ്റി നോക്കി. മുതുകത്തൊത്തിരി ഒഴിക്കും. രമേശേട്ടൻ നല്ല സൂപ്പറായിട്ട് ഇത് കറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇവിടുത്തെ പരിപാടി. അപ്പം ഞാൻ ഈ വ്ളോഗിൽ ഈ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കണം എന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു വ്ളോഗ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു വിശേഷമുണ്ട്. ഇവിടെ നാട്ടിൽ ഒരു ചെറിയൊരു ഉത്സവമുണ്ട്. ഒരു കുഞ്ഞമ്പലമുണ്ട് ഇവിടെ, മന്നെന്നാണ് പറയുക. അപ്പോൾ ഒരു ചെറിയൊരു ഫങ്ഷൻ പോലെയാണ്. പക്ഷേങ്കിൽ ഒരു 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഇവിടുത്തെ ഉത്സവം എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ കുറേ കോമരങ്ങൾ. ഇപ്പോൾ പല നാട്ടിലും പലതാണ് പറയുക. അപ്പം നമ്മുടെ കൂടല്ലൂർ പറയുന്ന പേരെന്ന് പറഞ്ഞു വെച്ചാൽ വെളിച്ചപ്പാടെന്നാണ്. പല ദേശത്തു നിന്നും അതായത് നമ്മളുടെ ചുറ്റുപാടുമുള്ള പല ഏരിയയിൽ നിന്നുമുള്ള വെളിച്ചപ്പാടുകൾ ഒരുമിച്ച് കൂടുന്ന ഒരു ഉത്സവമാണിത്. രമ്യക്കുട്ടി ഇവിടെ കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനിതേ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ വേറെ വിശേഷങ്ങളായിട്ട് വരാം. അതുവരേക്കും see you, bye bye, take care.